വിചാരിച്ചിട്ടാണ്. ഓനും അറിയാം. ഓൻ പറയണം എനിക്ക് വേറെ ആളെ കിട്ടൂല വിചാരിച്ചിട്ടല്ലേ ചിന്ന ഓൻ്റെ അത്ര ചൊറുക്കുള്ള ഓലെ കിട്ടൂല വിചാരിച്ചിട്ടല്ലേ പോവാത്തത്. ഷഹാന മുംതാസിനോട് അബ്ദുൽ വാഹിദും വീട്ടുകാരും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ ഷഹാന മുംതാസിൻ്റെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേട്ടാൽ അപ്പോൾ മനസ്സിലാവും ഇവൻ ഇത് കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണെന്ന്. ആ ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം ഇവനെയെല്ലാം എന്താണ് ചെയ്യേണ്ടതെന്ന്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാന മുംതാസിനെ കുത്തുവാക്കുകളും അവഹേളനങ്ങളും കൊണ്ട് മാത്രം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിടാനായിരുന്നു അബ്ദുൽ വാഹിദ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിരവധി തവണ ഷഹാനയെ കണ്ടതിന് ശേഷമാണ് നിക്കാഹ് ഉറപ്പിച്ചതും നിക്കാഹ് കഴിഞ്ഞതും. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം 20 ദിവസത്തിനുള്ളിൽ ടൂറ് പോകുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്ത ഇവർ ഒരു വേളയിൽ നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ കറുത്തവളാണ്, നീ എനിക്കൊന്നും ചേർന്ന പെണ്ണല്ല, ഞാൻ ആഗ്രഹിച്ചതും നിന്നെപ്പോലെയുള്ള ഒരു പെണ്ണിനെ അല്ല എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിക്കാഹ് കഴിഞ്ഞ് ഷഹാന മുംതാസിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലെങ്കിലും ഷഹാന മുംതാസിൻ്റെ വീട്ടിൽ രാത്രി വരുമായിരുന്നു അബ്ദുൽ വാഹിദ്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് വാഹിദ് ഇറങ്ങിപ്പോകുന്നത് പോലും ആ വീട്ടുകാർ കാണാറില്ല. അതിനർത്ഥം നേരം പുലരുന്നതിൻ്റെ മുൻപ് മറ്റാരും കാണുന്നതിൻ്റെ മുൻപ് കടന്നു കളയുക എന്നുള്ളതാണ്. തൻ്റെ കാര്യങ്ങളെല്ലാം കടന്നു കളയുക, ഇതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അതല്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഭാര്യയായ ഒരു പെണ്ണിനെ ഒരിക്കലും അയാൾ വേദനിപ്പിക്കില്ല. അവളെ പോരായ്മകൾ പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കില്ല. അവനൊരു ലൈസൻസ് എടുത്ത് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി അവൻ ഗൾഫിലേക്ക് പോയപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. വിവാഹം ബിസിനസ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇതൊരു എളുപ്പ വഴിയാണല്ലോ. ഒരു പെണ്ണിൻ്റെ കൂടെ കിടക്കാനായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെ വഴിയുണ്ട് വാഹിദേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് വേണ്ടിയിരുന്നോ ഈ കളിക്ക്? നിന്റെയും നിന്റെ തള്ളയുടെയും അഹങ്കാരത്തിൻ്റെയും തോന്നിയാസത്തിൻ്റെയും ഫലമായി നഷ്ടമായത് ഒരു പെൺകുട്ടിയുടെ ജീവനാണ്. ആ ഉമ്മക്കും ഉപ്പക്കും ആകെയുണ്ടായിരുന്ന ഒരു പൊന്നു മോളെയാടാ നഷ്ടമായത്. ഒരുപാട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മോഹിച്ചുണ്ടായ ഒരു മോളാണ്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും നെഞ്ചിൽ നിന്ന് വരുന്ന വേദനയുടെ ശാപം നിനക്കൊരിക്കലും നിന്നെ വിട്ടു പോവില്ല. നിനക്ക് എത്ര കണ്ട് സുന്ദരിയായ പെണ്ണിനെ കിട്ടിയാലും നിനക്ക് എന്തൊക്കെ തന്നെ നേടിയെടുത്താലും നിൻ്റെ ജോലി കൊണ്ട് നിൻ്റെ ശമ്പളം കൊണ്ട് നിനക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ അതൊക്കെ നേടിയെടുത്താലോ നിനക്കതിലൊരു സുഖം പോലും കിട്ടില്ല. നിന്നെപ്പോലെ ഇങ്ങനെയൊക്കെ തന്നെ ഒരുപാട് തോന്നിയാസങ്ങൾ കാണിക്കുന്ന, അഹങ്കാരങ്ങൾ കാണിക്കുന്ന, ചെറ്റത്തരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ 8ന്റെ പണി അല്ലാഹു കൊടുത്ത ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഷഹനയുടെ ഉമ്മ വേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട എന്ന് നായികക്ക് 40 വട്ടം തൻ്റെ മകളോട് പറയുന്നതിനു പകരം ഞങ്ങളോടായിരുന്നു പറയുന്നതെങ്കിൽ ഞങ്ങൾ ആ വിവാഹ ബന്ധം വേർപ്പെടുത്തി തരുമായിരുന്നു. ഞാൻ ഈ ബന്ധത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നിൻ്റെ കളർ ഇങ്ങനെയാണ്, നിൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയാണ്, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നായികക്ക് 40 വട്ടം തൻ്റെ മകളോട് പറഞ്ഞ് അവളെ മനസ്സിനെ തന്നെ താളം തെറ്റിക്കുന്ന നിലയിലേക്ക് എത്തിച്ച് മരണത്തിലേക്ക് തള്ളിവിടേണ്ട കാര്യമില്ലായിരുന്നു. ഒരു 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ ഇങ്ങനെ തകർക്കേണ്ട കാര്യമില്ലായിരുന്നു. നിനക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അവളെ വേണമായിരുന്നു. വാഹിദിൻ്റെ പ്രശ്നം അവളിലെ കളറായിരുന്നു എന്നാണ് അവൾ വിശ്വസിച്ചത്. തനിക്ക് കുറച്ചുകൂടി കളറുണ്ടെങ്കിൽ തന്നെ വാഹിദ് അംഗീകരിക്കും. എൻ്റെ കളറാണ് അവനിലേക്ക് എന്നെ അടുപ്പിക്കാത്തത്, അവനെ വെറുപ്പുണ്ടാക്കുന്നത് എൻ്റെ കളറാണ്, അതുകൊണ്ട് ആ കളറ് ഞാൻ ചേഞ്ച് ചെയ്യണം. കോളേജിൽ ഒരുപാട് പഠിക്കാനുണ്ട്, എങ്കിലും അവളുടെ ചിന്ത ചെന്നെത്തുന്നത് വെളുക്കാനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് അവൾ വൈറ്റനിങ് ക്രീമിനെ കുറിച്ച് കേൾക്കുന്നത്. യൂട്യൂബിലൊക്കെ പലരും റിവ്യൂ ഇടുന്നുണ്ട്. അത് യൂസ് ചെയ്തത് കൊണ്ടാണ് അവരൊക്കെ വെളുത്തത്, നല്ല ബ്രൈറ്റനിങ് ഉണ്ടാവുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ അതൊന്ന് പരീക്ഷിക്കാനാണ് അവളും ശ്രമിച്ചത്. അവളുടെ കൂട്ടുകാരി ഷംനാസിനോട് അവൾ പറഞ്ഞു, എനിക്കൊരു വൈറ്റനിങ് ക്രീം വേണം. വൈറ്റനിങ് ക്രീമോ? അതെന്തിനാണ്? എൻ്റെ ഈ കളറ് വാവയ്ക്ക് ഇഷ്ടമല്ലടാ, അവൻ എന്നെ ഒഴിവാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ +2 പഠിക്കുമ്പോൾ കുറച്ചൊക്കെ കളറുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ കളറൊക്കെ മങ്ങിപ്പോയെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വെളുക്കണം. അതിനുവേണ്ടി വൈറ്റനിങ് ക്രീം ഗുണം ചെയ്യുമെന്നാണ് കേട്ടത്. ഇല്ലാത്ത കളറൊക്കെ ഉണ്ടാക്കി അയാളുടെ സ്നേഹം നിനക്ക് വേണോ?
അയാൾ നിന്റെ സ്നേഹമല്ലല്ലോ ആവശ്യപ്പെടുന്നത്, നിന്റെ മനസ്സല്ലല്ലോ ആവശ്യപ്പെടുന്നത്, നിന്റെ കളറല്ല, നിന്റെ സൗന്ദര്യമല്ലേ. അങ്ങനെയുള്ള ഒരാൾ നാളെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കില്ലേ? നിന്റെ കളർ നിന്റെ വ്യക്തിത്വമാണ്. അതിഷ്ടമില്ലാത്ത ഒരാളെ കൂടെ നീ എന്തിനാണ് ഇങ്ങനെ? നിന്നെ വേണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒഴിവാക്കാം എന്ന് കൂട്ടുകാരി പറഞ്ഞു. പക്ഷേ എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വെളുക്കണം. അതിനുവേണ്ടി ഒരുപാട് കടകളിൽ, കൊണ്ടോട്ടിയിലെ ഒരുപാട് ഫാൻസി ഷോപ്പുകളിൽ ഇവർ കയറിയിറങ്ങി. അറിയാവുന്നവരോടൊക്കെ അവൾ ചോദിച്ചു. പക്ഷെ വൈറ്റനിങ് ക്രീമിന് പകരം മറ്റു പല ക്രീമുകളും അവൾ വാരി കൂട്ടിയിരുന്നു. അവളുടെ റൂമിൽ കോസ്മെറ്റിക്കുകളും ഫേസ് പാക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവളുടെ മാമിയും പറഞ്ഞത്. അവൾ അതൊക്കെ ഉപയോഗിച്ചെങ്കിലും അവൾക്ക് യാതൊരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രതീക്ഷ അങ്ങനെയും കുറേയൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പം കൂടി സൗന്ദര്യവും കളറൊക്കെ ഉണ്ടായാൽ അയാൾ തന്നെ അംഗീകരിക്കും, സ്നേഹിക്കും എന്നൊക്കെ ഒരു വിശ്വാസത്തിലാണല്ലോ ഈ പെൺകുട്ടി ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ മാനസികമായി തളരുന്ന സമയത്ത് ഒരു ദുഃഖം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടക്കില്ല. നല്ലോണം ഒന്ന് ഉറങ്ങാൻ ആവില്ല, നന്നായിട്ട് വെള്ളം കുടിക്കാനാവില്ല, നല്ല ഭക്ഷണം കഴിക്കാനാവില്ല. എന്തെങ്കിലുമൊക്കെ വിശപ്പടങ്ങാൻ വേണ്ടി നമ്മൾ കഴിച്ചാൽ പോലും നമ്മളെ ശരീരത്തിലേക്ക് പിടിക്കില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുകയും ചെയ്യും. പിന്നെ ഉമ്മ പറയുന്നൊരു പ്രധാന കാരണമുണ്ട്. അവൾക്ക് കുറച്ച് ദിവസം നല്ല പനി ഉണ്ടായിരുന്നു. നല്ല പനി എന്ന് വെച്ചാൽ കടുത്ത പനി. ആ പനി കാരണം അവൾ ഡോക്ടറെ കാണിക്കുകയും ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഫോൺ വിളിച്ച്, വീഡിയോ കോൾ വിളിച്ച്, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോലങ്ങ് മാറും, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഈ ഒരു അവസരത്തിലാണ് ഷഹാനയെ അവളെ ഭർത്താവ് വിളിക്കുന്നത്. തന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതിന് പകരം അയാൾ പറഞ്ഞത് നിന്റെ കോലൊന്ന് കാണാൻ പറ്റിയല്ലോ, നിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു കോലം കാണാൻ പറ്റിയല്ലോ. അത് അയാളുടെ മനസ്സാണ്. അത്രയ്ക്ക് ക്രൂഷ്യലായിട്ടുള്ള ഒരു മനസ്സാണ്. അയാളുടെ ഉള്ളിൽ ഷഹനയോട് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല എന്ന് കാണിക്കുന്ന യഥാർത്ഥ തെളിവാണത്. 20 ദിവസം തൻ്റെ ഭാര്യയായി തൻ്റെ കൂടെ ജീവിച്ച, തൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന ഒരു പെണ്ണാണ് എന്നുള്ളൊരു വിചാരം പോലും അയാൾക്കില്ലായിരുന്നു. പിന്നെ ഇയാളുടെ വീട്ടിലൊരു വിവാഹമുണ്ടായിരുന്നു. ഇയാളുടെ ബന്ധുവിൻ്റെ ഒരു നിക്കാഹ്. അതിന് ഷഹാന പങ്കെടുത്തിരുന്നു. വിവാഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ വാഹിദിനും ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം വാഹിദിൻ്റെ സമനില തന്നെ തെറ്റി. അയാൾ ഇവളെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിന് ശേഷം പിന്നീട് ഫോൺ എടുത്തിട്ടേ ഇല്ല. ഒന്ന് വിളിക്കുമോ എന്ന് ഒരുപാട് തവണ ഷഹാന അയാൾക്ക് ചാറ്റ് ചെയ്യും, യാചിക്കും. ഇനി അഥവാ വിളിച്ചാൽ തന്നെ അയാൾക്ക് പറയാനുള്ളത് അവളുടെ കുറ്റവും കുറവും മാത്രമായിരിക്കും. അവളെ കളിയാക്കലും അവളെ അവഹേളിക്കലും മാത്രമായിരിക്കും. അവളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം അവൾ വലിയൊരു ഡിപ്രഷനിലാണെന്ന് മനസ്സിലാക്കി വീട്ടുകാർ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു. ഡോക്ടർ വീട്ടുകാരോട് പറഞ്ഞ കാര്യം ആദ്യം ഈ കുട്ടി നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ എന്നാണ്. കാരണം ആഴ്ചകളോളമായി ഈ പെൺകുട്ടി ഒന്ന് ഉറങ്ങിയിട്ട്. അത്രയേറെ വേദനകൾ സഹിക്കുകയാണ് ഈ പെൺകുട്ടി. നമ്മൾക്കൊന്നും ഇത് ഊഹിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് ഈ ഒരു വേദന അറിയാൻ പറ്റൂ. നമ്മളെ മറ്റാര് അവഗണിച്ചാലും നമുക്ക് അത്ര വിഷമം വരില്ല. പക്ഷെ നമ്മളെ ഭർത്താവ് നമ്മളെ അവഗണിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സമീപനവും സ്നേഹത്തോടെയുള്ള വാക്കുകളുമാണ്. പക്ഷെ ഈ പെൺകുട്ടിക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ. പകരം അവൾക്ക് കിട്ടുന്നത് എന്താണ്? ആ വേദന 4 മാസത്തോളം സ്വന്തം കടിച്ചമർത്തി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഒരാളോട് പോലും പറയാതെ ആ വേദന കടിച്ചമർത്തി അവളൊരു വലിയൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പലവട്ടം ഒഴിഞ്ഞു പോകാൻ ഇയാൾ ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ പറയുന്നില്ല, ഇക്ക ഞാൻ ഒഴിഞ്ഞു പോവില്ല, എനിക്കതിന് പറ്റില്ല. എന്നേക്കാൾ നല്ല ഒരാളെ നിനക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല നീ എന്നെ ഒഴിവാക്കി പോവാത്തത്. ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്ന കാര്യമാണിത്. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചതാണ്, അതങ്ങ് ഒഴിവാക്കിക്കളാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ പോകും, എന്നാലും നമുക്ക് വേദന ഉണ്ടാവും. നമ്മൾ 500 രൂപക്ക് വാങ്ങിയതോ അല്ലെങ്കിൽ 1000 രൂപക്ക് വാങ്ങിയതോ അല്ലെ 100 രൂപക്ക് വാങ്ങിയതോ 10 രൂപക്ക് വാങ്ങിയതോ ആണെങ്കിൽ പോലും അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ, വലിച്ചെറിയാമെന്ന് വിചാരിച്ചാൽ നമുക്ക് വേദനയാണ്. അപ്പോൾ തൻ്റെ സ്വന്തം ഭർത്താവിനെയാണ് വലിച്ചെറിയാൻ പറയുന്നത്. ഇയാളേക്കാൾ നല്ല ചെക്കനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇയാൾ അങ്ങനെ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഇയാളെ ജോലിയെക്കുറിച്ച് പറഞ്ഞു. ഇയാൾക്ക് ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലിയാണെന്ന് തോന്നുന്നു. ആ ജോലി കണ്ടിട്ടാണ് വീട്ടുകാർ ഈ ബന്ധത്തിന് തയ്യാറായതെന്ന്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഭർത്താവ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ ജോലിയും കുടുംബവും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇയാളുടെ രൂപവും ജോലിയും ഒക്കെ ഇവർ നേരത്തെ കണ്ടിട്ടുള്ളൂ. ഇയാളെ അപ്പി നിറഞ്ഞ മനസ്സുണ്ടല്ലോ, അത് ഇവർ കണ്ടില്ല. അത് കണ്ടിരുന്നെങ്കിൽ ഇവരെന്നല്ല 2ഉം 3ഉം കെട്ടി ഒഴിവാക്കിയ ഒരു പെണ്ണിനെ പോലും ഇവനെ കെട്ടിച്ചു കൊടുക്കില്ല. അത്രക്ക് മോശം ചളി എന്ന് പറയില്ല, അപ്പിയാണ് ഇയാൾ. അപ്പിയുള്ള മനസ്സാണ്.
ഇവളെപ്പോലൊരു പെണ്ണിന് നിനക്കിനി കിട്ടില്ല എന്ന് പറയുന്നത് അതൊരു വാസ്തവമാണ്. ഓൻ്റെ വിചാരം ഓൻ എന്തോ ഒരു സംഭവമാണെന്നാണ്. ഓന് ചിലപ്പം ദുബായിലെ രാജാവാണെന്നൊക്കെ ആയിരിക്കും തോന്നുന്നത്. നിൻ്റെ ഈ അപ്പി മനസ്സിന് ഏതെങ്കിലും രാജകുമാരിനെ തന്നെ കിട്ടും. എന്താ നിൻ്റെ സൗന്ദര്യം! ഇപ്പോൾ ഉള്ള ജോലിയും പോയി കിട്ടിയല്ലോ. ആ ജോലി കണ്ടായിരുന്നല്ലോ ഇത്രയും അഹങ്കരിച്ചത്. ആ ജോലി ഇനി ഇല്ലല്ലോ. നിൻ്റെ സൗന്ദര്യം വെച്ച് നീ ഒരിക്കലും പുറത്തിറങ്ങല്ലേ, ആരെങ്കിലും കണ്ണ് വെക്കും. ഷഹാന മുംതാസിൻ്റെ ഉമ്മയുടെയും കുടുംബത്തിൻ്റെയും ആഗ്രഹം നീതി കിട്ടണമെന്നാണ്. വാഹിദിനും വീട്ടുകാർക്കും പണമുണ്ട്, അതുകൊണ്ട് തന്നെ നീതി ഞങ്ങൾക്ക് നിഷേധിച്ചേക്കാം. പണമാണല്ലോ നിയമത്തെ അടക്കം നിയന്ത്രിക്കുന്നത്. എന്തു തന്നെയായാലും മരണം വരെ അവർ തൻ്റെ മകൾക്ക് നീതി കിട്ടുന്നത് വരെ പോരാടുമെന്നാണ് അവർ പറയുന്നത്. ഷഹാനക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.